2 Corinthians chapter number 4. 2 കൊരിന്ത്യർ 4-ാം അധ്യായം. We all have this ministry. നമുക്ക് എല്ലാവർക്കും ഈ ശുശ്രൂഷ ദൈവം തന്നിരിക്കുന്നു. That is to display the glory of God. അതെന്തിനാണെന്ന് വെച്ചാൽ ദൈവത്തിന്റെ മഹത്വം ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്തേണ്ടതിന്. 2 Corinthians 4:7. 2 കൊരിന്ത്യർ 4:7. And this glory, this treasure is in this earthen vessel. ഓ എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. Hallelujah. Hallelujah. And that is why we can never give up at all. അതുകൊണ്ടാണ് നമ്മൾ വിട്ടുകൊടുക്കാത്തത്. Verse number 8 says. അതിന്റെ 8-ാമത്തെ വാക്യം പറയുന്നു. Hallelujah. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവർ എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. എങ്കിലും എന്നെ എഴുതി തള്ളാൻ വരട്ടെ, എങ്കിലും എന്നിൽ ഇരിക്കുന്നത് അത്യന്ത ശക്തിയാ, ഉയർപ്പിക്കുന്ന ശക്തിയാ, പുനരുദ്ധാന ശക്തിയാ. വിശ്വസിക്കുന്നവർ നല്ലൊരു ആമേൻ എന്ന് പറഞ്ഞു. We are hard pressed, but നമ്മൾ കഷ്ടം അനുഭവിക്കുന്നവരാ. എന്നാൽ എങ്കിലും അടുത്തിരിക്കുന്ന ആളിനോട് പറയണം, ഫുൾ സ്റ്റോപ്പ് ഇടാൻ വരട്ടെ, ബട്ട് ഇട്ട് എങ്കിലും. ആരെങ്കിലും അവസാന വാക്ക് പറയാൻ തോന്നുമ്പോൾ പിശാചിനോട് പറയണം, നീ അല്ല അവസാനം വാക്ക് പറയുന്നത്, ഞാൻ അവസാന വാക്ക് പറയണേ. Hallelujah. Hallelujah. And then it goes to the practical application of the glory. അത് മഹത്വത്തിന്റെ പ്രായോഗികമായ കാര്യത്തിലേക്ക് പിന്നെ പോവുകയാണ്. And then in verse 13 it says, അതിന്റെ 13-ാമത്തെ വാക്യം വചനം പറയുന്നു, that because I believe I spoke. ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു. Because the spirit of faith, the glory is in me. എന്തുകൊണ്ടെന്നാൽ ദൈവ വിശ്വാസത്തിന്റെ അതേ ആത്മാവ് എൻ്റെ അകത്തുണ്ട്. Hallelujah. Hallelujah. Therefore I will speak. അതുകൊണ്ട് ഞാൻ സംസാരിച്ചു. And then it's again escalating. വീണ്ടും അവിടുന്ന് ഉയർന്നു പോകുകയാ. And verse 18 says, അതിന്റെ 18-ാമത്തെ വാക്യം പറയുന്നു, we look into the unseen. ഞങ്ങൾ കാണുന്നതിനെയല്ല, കാണാത്തതിനെ അത്ര ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. My goodness. എൻ്റെ കർത്താവേ, what is this? എന്താണിത്? Oh, glory is going one step to other step to other step. ഓ മഹത്വം അതിന്റെ ഒരു നിരയിൽ നിന്നും മറ്റൊരു നിരയിലേക്ക്, അവിടെ നിന്നും ഉയർന്ന ഒരു നിലയിലേക്ക് ഉയർന്നു പോയിക്കൊണ്ടിരിക്കുക. Now you are in a level where the seen and the unseen becomes visible to you. ഓ നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന തലം എന്ന് പറയുന്നത് അദൃശ്യമായ മണ്ഡലം നിങ്ങൾക്ക് ദൃശ്യമായ ഒരു നിലവാരത്തിലാണ് നിങ്ങൾ ആയിരിക്കുന്നത്. And then chapter number 5 എന്നിട്ട് 5-ാമത്തെ അധ്യായം says we walk by faith and not by sight. ഓ ഞങ്ങൾ കാഴ്ചയാലല്ല, ഞങ്ങൾ വിശ്വാസതലത്തിലേ ഞങ്ങൾ നടക്കുന്നത്. We don't walk by sight, we walk by faith. ഞങ്ങൾ കാഴ്ചയാലല്ല നടക്കുന്നത്, ഞങ്ങൾ വിശ്വാസതലത്തിലേ നടക്കുന്നത്. 2 Corinthians 5:7. ഓ 2 കൊരിന്ത്യർ 5:7. And then 5:17 says, എന്നിട്ട് 5:17 പറയുകയാണ്, who is it talking about? ഓ ആരെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? Anyone who is in Christ. ഓ ക്രിസ്തുവിൽ ഒരുത്തനായാൽ He is a new creation. അവൻ പുതിയ സൃഷ്ടി. This is talking of a new species. ഈ പറയുന്നത് മുഴുവൻ ഒരു പുതിയ സൃഷ്ടിയെ കുറിച്ചാണ് പറയുന്നത്. Hallelujah. 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 And look at the position given. നിങ്ങൾ നോക്കിയേ, നിങ്ങൾക്ക് നൽകപ്പെട്ടതായ ആ സ്ഥാനം ഒന്ന് കണ്ടേ. As Christ reconciled the Father and you, the same gospel of reconciliation, same glory, same power today is with the new creation that is you and me. ക്രിസ്തു മനുഷ്യവർഗത്തെ ദൈവത്തോട് നിരപ്പിച്ചതുപോലെ അതേ നിരപ്പിന്റെ ശുശ്രൂഷ, അതേ നിരപ്പിന്റെ ശുശ്രൂഷ ഇന്ന് പകൽ എനിക്കും നിങ്ങൾക്കും ദൈവം തന്നിരിക്കുന്നു. The same gospel of reconciliation. അതേ നിരപ്പിന്റെ സുവിശേഷം. Meaning what you say will be forgiven. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ എന്തു പറയുന്നു അവർ ക്ഷമിക്കപ്പെടും. Whatever you bind on earth will be bound in heaven. നിങ്ങൾ ഈ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗ്ഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. What you lose on earth will be loosed in heaven. നിങ്ങൾ ഈ ഭൂമിയിൽ അഴിച്ചുവിടുന്നത് സ്വർഗ്ഗത്തിലും അഴിച്ചുവിടപ്പെടും. Same. അതുപോലെ തന്നെ, same. ഒരുപോലെ തന്നെ, same glory. അതേ മഹത്വം അവിടെ ഇരിക്കുന്ന അതേ മഹത്വം എന്നിലും. Same glory. അതേ മഹത്വം. Can you shout a hallelujah? ശബ്ദം ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാമോ? Hallelujah. Hallelujah. Then it is escalating further. ഓ പിന്നെ അവിടുന്ന് വീണ്ടും ഉയർന്നു പോകുകയാ. 2 Corinthians chapter number 6 and 1. അതിന്റെ 2 കൊരിന്ത്യർ 6-ാം അധ്യായം 1-ാമത്തെ വാക്യം. The Bible says, വചനം പറയുന്നു, now you are co-worker with him. നിങ്ങൾ ഇപ്പോൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ. And the word used is, do not
use this grace that you are co-worker in vain. നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത് എന്ന് ഞങ്ങൾ സഹപ്രവർത്തിക്കാരായി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. The word is grace. അവിടെ എഴുതിയിരിക്കുന്ന വചനം കൃപ. Not your merit. നിങ്ങളുടെ കഴിവ് കൊണ്ടല്ല. Not because of our prayer. നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടല്ല. But he chose us. എന്തുകൊണ്ടെന്നാൽ അവൻ നമ്മളെ തിരഞ്ഞെടുത്തു. He chose us. അവൻ നമ്മളെ തിരഞ്ഞെടുത്തു. Justified us. അവൻ നമ്മളെ നീതീകരിച്ചു. Glorified us. നമ്മളെ തേജസ്കരിച്ചു. Made us equal to him. അവനോട് കൂടെ തുല്യരാക്കി തീർത്തു. Now you are co-worker by grace. ഇപ്പോൾ കൃപയാൽ ഞാനും ആ യേശുവും തമ്മിൽ കൂട്ടുവേലക്കാരത്രേ. Grace is not only salvation. കൃപ എന്ന് പറയുന്നത് രക്ഷയ്ക്ക് വേണ്ടി മാത്രമുള്ളതല്ല. Grace has prosperity. കൃപയ്ക്കകത്ത് സമൃദ്ധിയുണ്ട്. Grace has health. കൃപയ്ക്കകത്ത് ആരോഗ്യമുണ്ട്. Grace has calling. കൃപയ്ക്കകത്ത് വിളിയുണ്ട്. Grace is fullness, and walk in that fullness of grace for grace. കൃപയ്ക്കകത്ത് നിറവുണ്ട്. ഞാൻ നിങ്ങളും ആ കൃപയ്ക്ക് വേണ്ടി കൃപ ലഭിക്കാനുള്ള ആ വിളിയിലാണ് ആയിരിക്കുന്നത്. Hallelujah. ഹല്ലേലൂയ. The word is escalating from greater glory. വചനം അടുത്ത ഒരു മഹത്വത്തിലേക്ക് അത് ഉയർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. And chapter number 7 says we have such great promises. 7-ാം അധ്യായത്തിൽ ഉന്നതമായ വലിയ വാഗ്ദത്തങ്ങൾ ദൈവം തന്നിരിക്കുകയാണ്. 7:1 says how this is the great promise that you have. അതുകൊണ്ട് 7:1 പറയാണ്, പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. Meaning to say there is something inside of you which has the power to escalate you to whatever situation. അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളെ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങളെ ഉയർത്തി നിന്നെ ഉയർത്തുവാൻ നിന്റെ അകത്ത് അതേ മഹത്വം വ്യാപരിക്കുകയാണ്. Hallelujah. Hallelujah. And then start chapter number 8 and 9 accumulates into financial riches. അതിന്റെ 8, 9 ഒന്നിച്ച് അത് സാമ്പത്തിക അഭിവൃദ്ധിയെ കുറിച്ച് പറയുകയാണ്. 2 Corinthians 9:8 again the word grace comes. 2 കൊരിന്ത്യർ 9:8 വീണ്ടും കൃപ എന്നുള്ള വാക്ക് വരികയാണ്. That God will abound all grace upon you. സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാണ്. That you will have all sufficiency in all ways in all things. നിങ്ങൾ സകലത്തിലും എല്ലായ്പ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു. Grace, salvation. Now grace is talking about money. അവിടെ പറയുന്നത് കൃപ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ പറയുകയാണ് നിന്റെ സമൃദ്ധിക്ക് വേണ്ടി കൃപ. എവിടെയാണോ സാമ്പത്തിക ബലഹീനത അവിടെ കർത്താവായ യേശുവിന്റെ കൂട്ടായ്മയിൽ നടക്കുമ്പോൾ അവിടുത്തെ കൃപ നിന്റെ മേൽ പെരുകുമാറാക്കും എന്ന് പറഞ്ഞിരിക്കും. That you will have all sufficiency. നിങ്ങൾക്ക് എല്ലാത്തിലും പൂർണ്ണ തൃപ്തി ഉണ്ടാകും. This is chapter number 9. അത് 9-ാമത്തെ അധ്യായം. And then comes the real chapter number 10. പിന്നെയാണ് 10-ാമത്തെ അധ്യായത്തിലേക്ക് വരുന്നത്. Escalating all the glory together. മഹത്വത്തിന്റെ പൂർണ്ണത എല്ലാം കൂടെ ഒന്നിച്ച് ഒരുമിച്ച് കൊണ്ടുവരികയാണ്. The question arises. അവിടെ ഒരു ചോദ്യം ഇങ്ങനെ ചോദിക്കാം, why am I not seeing this in my life? എന്നാൽ എന്തുകൊണ്ട് ഇത് മുഴുവൻ എന്റെ ജീവിതത്തിൽ ഞാൻ കാണുന്നില്ല? The Bible says വചനം പറയുന്നു that thoughts and imagination is surrounding you and you have been pulled into that by your thought and imagination. നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ വിചാരങ്ങളും സങ്കല്പങ്ങളും വിചാരങ്ങളും ഒരു കോട്ട പോലെ ഉണ്ടാക്കി നിങ്ങളെ അതിനകത്ത് താഴ്ത്തി വെച്ചിരിക്കുകയാണ്. That is why the Bible says pull down every stronghold of thoughts and imagination by obedience to Christ Jesus. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവത്തോടുള്ള അനുസരണത്തിനായി സകല സങ്കല്പങ്ങളെയും വിചാരങ്ങളെയും പിടിച്ചടക്കുക. കോട്ട ഇടിച്ചു കളയുക. Hallelujah. Hallelujah. And then verse 11, chapter number 11. 11-ാമത്തെ അധ്യായം. Hallelujah. Hallelujah. The chapter number 11 gets a bit serious. അവിടെ 11-ാമത്തെ അധ്യായം കുറച്ചുകൂടെ ഗൗരവമുള്ള ഒരു കാര്യമാണ് പറയുന്നത്. It says Eve was deceived by Satan. You should not be deceived from the simplicity that is in Christ. ഹവ്വയെ സാത്താൻ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിലും നിർമ്മലതയിലും വിട്ട് വഷളായി പോകുമോ എന്ന് അവിടെ പറഞ്ഞിരിക്കുകയാണ്. Turn to someone and says
have the simple faith. അടുത്തേക്ക് ആ നിർമ്മല വിശ്വാസം ഉണ്ടായിരിക്കട്ടെ. Have the simple faith. ആ നിർമ്മല വിശ്വാസം ഉണ്ടായിരിക്കട്ടെ. Let not the heart become hard. നമ്മുടെ ഹൃദയം കഠിനപ്പെട്ടു പോകരുത്. Our heart becomes hard not by 1 day or 2 days. Slowly it happens, and the devil deceives us by the same way he did to Eve. നമ്മുടെ ഹൃദയം കഠിനപ്പെടുന്നത് ഒരു ദിവസമോ 2 ദിവസം കൊണ്ടല്ല, ക്രമേണ അത് കഠിനപ്പെടും. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ സർപ്പം ഹവ്വായെ ഉപായം പറഞ്ഞു ചതിച്ചതുപോലെ അങ്ങനെയാണ് മനുഷ്യനെ പിശാച് ചതിക്കുന്നത്. Because the word of God was not there in her. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ വചനം അവളിൽ ഉണ്ടായിരുന്നില്ല. She did not hear the word. ഹവ്വ ദൈവത്തിന്റെ വചനം കേട്ടിരുന്നില്ല. You can go back and read Genesis chapter number 3. First God created Adam and he told Adam, you can eat of every tree except that tree of good and evil. നിങ്ങൾ വീട്ടിൽ പോയി ഉൽപ്പത്തി പുസ്തകം നിങ്ങൾ വായിക്കണം. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, ദൈവം ആദമിനോട് പറഞ്ഞു, നിനക്ക് ഈ ഭൂമിയിലുള്ള ഈ തോട്ടത്തിലുള്ള സകല വൃക്ഷത്തിന്റെയും ഫലം തിന്നാം, എന്നാൽ ഈ നടുവിൽ നിൽക്കുന്ന ഈ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുതെന്ന് ദൈവം പറഞ്ഞു. He told Adam. ദൈവം പറഞ്ഞത് ആദമിനോടാണ് പറഞ്ഞത്. He was not created. അപ്പോൾ ഹവ്വയെ സൃഷ്ടിക്കപ്പെട്ടിരുന്നില്ല. So she did not hear the word. അതുകൊണ്ട് തന്നെ താൻ ആ വചനം കേട്ടിരുന്നില്ല. Turn to someone and say, hear the word and let that word dwell in you richly. അടുത്തിരിക്കുന്നവരോട് പറയണം, നിങ്ങൾ വചനം കേൾക്കണം, ആ വചനം നിങ്ങളുടെ അകത്ത് സമർത്ഥമായി വസിക്കണം. വചനം എടുത്ത് കളഞ്ഞിട്ടല്ലാതെ പിശാചിന് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നിനും തടസ്സം കൊണ്ടുവരാൻ പറ്റത്തില്ല. That is why Satan never went to Adam, he went to Eve. അതുകൊണ്ടാണ് പിശാച് ആദമിന്റെ അടുക്കൽ പോകാതെ ഹവ്വയുടെ അടുക്കൽ വന്നത്. Because Satan knows that Eve did not hear the word, so she can easily be cheated. അതുകൊണ്ട് പിശാചിന് അറിയാമായിരുന്നു ആദമാണ് ദൈവത്തിന്റെ ആ വാക്ക് കേട്ടത്, ഹവ്വ കേട്ടില്ല, അതുകൊണ്ട് ഇവളെ വേഗത്തിൽ കബളിപ്പിക്കാമെന്ന് പിശാചിന് അറിയാമായിരുന്നു. And now the same is being said over here. Why? If you have communion and fellowship with the Holy Spirit, you with the word of God, return to Jesus, return to the word of God, and you will see all the fullness of grace in you. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം ഇവിടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവ വചനത്തിലേക്ക് മടങ്ങുക, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയിലേക്ക് മടങ്ങുക എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത്. Hallelujah. Hallelujah. Now that warning becomes a greater. ആ മുന്നറിയിപ്പ് അവിടുന്ന് വളരെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. Second Corinthians chapter 12. Now Paul says, I will tell you about my experience, third heaven experience. പൗലോസ് 12-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുകയാണ്, ഞാൻ ഒരു 3-ാം സ്വർഗ്ഗത്തോളം എടുക്കപ്പെട്ട എന്റെ ഒരു അനുഭവം നിങ്ങളോട് പറയുകയാണ്. Another supernatural experience. മറ്റൊരു സൂപ്പർനാച്ചുറൽ ആയ അനുഭവത്തെ കുറിച്ച് പറയുകയാണ്. And then he talks about the challenges he went through. അവൻ കടന്നുപോയ ആ വെല്ലുവിളികളെ കുറിച്ച് താൻ അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. And then again comes the another grace over there. അവിടെ വീണ്ടും ഒരു കൃപ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. Now verse number 9 of chapter number 12 he says, my grace is sufficient for you in your weakness. Grace saved us, grace prospered us, now grace is strengthening you in every walk of your life. പൗലോസ് താൻ പ്രാർത്ഥിച്ചു, തന്റെ കർത്താവേ എന്റെ ശൂലം മാറണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവനോട് പറയുകയാണ്, എന്റെ കൃപ നിനക്ക് മതി, നിന്റെ ബലഹീനതകളിൽ എന്റെ കൃപ നിറഞ്ഞു വരും. ആ കൃപ രക്ഷയ്ക്ക് വേണ്ടി, കൃപ സമൃദ്ധിക്ക് വേണ്ടി, കൃപ നിന്റെ ബലഹീനതയിൽ നിറയുന്ന രീതിയിൽ കൃപ ഇവിടെ വെളിപ്പെടുകയാണ്. Grace, 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 unmerited favor for power inside of you, for wealth inside of you. Grace saved you, grace keeps you. കൃപ കൃപ കൃപ, ആ കൃപ അർഹിക്കാത്ത ദാനമായ കൃപ നിങ്ങളുടെ അകത്തിരിക്കുന്നു. ആ കൃപ നിങ്ങളെ രക്ഷിച്ചു, നിങ്ങൾക്ക് വേണ്ടി സമൃദ്ധി നൽകുവാൻ ആ കൃപ മതിയായതാ, നിങ്ങളെ ശക്തരാക്കുവാനും ആ കൃപ മതിയായതാ. If grace can save you, grace can keep you. കൃപയ്ക്ക് നിങ്ങളെ രക്ഷിക്കുവാൻ കഴിയുമെങ്കിൽ കൃപയ്ക്ക് നിങ്ങളെ സൂക്ഷിക്കുവാനും കഴിയും. Hallelujah. Hallelujah. Then chapter 13 he is entering into the most vital chapter. അതിന്റെ 13-ാം അധ്യായത്തിൽ ഏറ്റവും പ്രാധാന്യമേറിയ ഒരു അധ്യായത്തിലേക്ക് താൻ കടന്നു പോകുകയാണ്. Before concluding the benediction, he is going to say something very important. ആശീർവാദം പറഞ്ഞ് അവസാനിക്കുന്നതിന് മുമ്പ് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം അവിടെ പറയുകയാണ്. He says the love of the God and the grace of Jesus and the communion with the Holy Spirit. That is the end of that chapter. ആ അധ്യായത്തിന്റെ അവസാനം ഇങ്ങനെ പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്, പിതാവാം ദൈവത്തിന്റെ സ്നേഹം, യേശുവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ.
Meaning to say, the love of God and the grace of Jesus Christ is a revelation which can only happen to you if you have communion with the Holy Spirit. അവിടെ പൗലോസ് പറയുകയാണ് ദൈവത്തിന്റെ സ്നേഹവും യേശു കർത്താവിന്റെ കൃപയും അതൊരു വെളിപ്പാടാ. ആ വെളിപ്പാട് ആർക്കാ ലഭിക്കുന്നത്? പരിശുദ്ധാത്മാവുമായിട്ട് കൂട്ടായ്മയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ആ വെളിപ്പാട് ലഭിക്കുകയുള്ളൂ. But before that he has a question. അതിനു മുമ്പ് തനിക്കൊരു ചോദ്യം അവിടെ ഉണ്ട്. Now Corinthian church is a glorious church. അറിയാം, കൊരിന്ത്യൻ സഭ എന്ന് പറയുന്നത് ഒരു മഹത്വപൂർണ്ണമായ സഭയാണ്. All the gifts are operational. അവരുടെ എല്ലാ കൃപാവരങ്ങളും പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു സഭ. It is glorious. അത് മഹത്വപൂർണ്ണമായ ഒരു സഭ. But something has happened in the church. എന്നാൽ സഭയ്ക്കകത്ത് ചില കാര്യങ്ങൾ സംഭവിച്ചു. And that is why verse number 5 of chapter number 13, Paul is asking a church such a question that is alarming. അതുകൊണ്ടാണ് 13-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ പൗലോസ് ചോദിക്കുക, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ. My goodness, എന്റെ കർത്താവേ, because of faith we had all this. വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ എല്ലാം സഭയിൽ വന്നത്. Oh, but this is a very important question. എന്നാൽ ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചോദ്യമാണ്. 2025 2025 is not a year to examine someone else. You have to examine yourself and your fellowship with the Holy Spirit. 2025 ഞാൻ മറ്റുള്ളവരെ ശോധന ചെയ്യേണ്ട വർഷമല്ല. 2025 ഞാൻ പരിശുദ്ധാത്മാവിൽ നടക്കുന്നുവോ, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയിൽ നടക്കുന്നുവോ, വിശ്വാസത്തിൽ ഇരിക്കുന്നുവെന്ന് എന്നെ തന്നെ ശോധന ചെയ്യേണ്ട വർഷമത്രേ. We look at this examining and saying, test yourself. എന്നിട്ട് അവിടെ പറയുകയാണ്, നിങ്ങളെ ശോധന ചെയ്യുവീൻ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ. And then says Jesus Christ lives in you. എന്നിട്ട് പറയുകയാണ്, യേശു കർത്താവ് നിങ്ങളിൽ ജീവിക്കുന്നു. Hallelujah. Jesus, the sovereign one, is living in you. ഓ, ദൈവത്തിന്റെ പരമാധികാരമായ ക്രിസ്തു അത് നിങ്ങളിൽ വസിക്കുന്നു. Why is here an examination of faith? എന്തുകൊണ്ടാണ് ഇവിടെ വിശ്വാസത്തിന്റെ ഒരു പരിശോധന വേണമെന്ന് പറയുന്നത്? We all have to examine ourselves. നമ്മൾ ഓരോരുത്തരും നമ്മളെ തന്നെ ശോധന ചെയ്യണം. Jesus said, യേശു പറഞ്ഞു in Luke 17, ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ, take heed of yourself. നിങ്ങളെ തന്നെ സൂക്ഷിക്കുക. Take heed of yourself. നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിക്കുക. That offense might come. വേണമെങ്കിൽ ഇടർച്ച വരാം. It is impossible that offense will not come. ഇടർച്ച വരാതിരിക്കുന്നത് അസംഭവ്യമാണ്. Luke chapter 17, training the disciples. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. Hallelujah. He said it is impossible that no offense should come. അവൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് ഇടർച്ചകൾ വരാതിരിക്കുന്നത് അസാധ്യം. Meaning to say it is impossible that this cannot happen. Everyone has offense. ഇത് പറഞ്ഞതിന്റെ അർത്ഥം എല്ലാവർക്കും ഇടർച്ച വരാം. But 3 is very important. എന്നാൽ 3 വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. Take heed of yourself. നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുക എന്ന് പറഞ്ഞാൽ കൈപ്പ് വെക്കരുത്. Hallelujah. Take heed of yourself. നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുക. Keep forgiving. നിങ്ങൾ ക്ഷമിക്കുക. Keep forgiving. നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുക. Let go of everything. ഓ, സകലതും വിട്ടുകളയുക. Verse number 4. 4-ാമത്തെ വാക്യം. Jesus is telling, യേശു പറയുകയാണ്, if anyone comes to you and does wrong to you 7 times in a day, forgive them. യേശു കർത്താവ് പറയാണ്, ഒരിക്കൽ ഒരു ദിവസം ഒരു മനുഷ്യൻ നിന്നോട് 7 തവണ തെറ്റ് ചെയ്താൽ അവനോട് 7 തവണ ക്ഷമിക്കുക. Oh, the apostles are a bit confused. പെട്ടെന്ന് അപ്പോസ്തലന്മാർക്ക് ആകെ ഒരു ആശങ്കാകുലരായി. Verse number 5. 15-ാമത്തെ വാക്യം. What is their question? എന്താണ് അവരുടെ ചോദ്യം? What is their request? എന്താണ് അവരുടെ പ്രാർത്ഥന? Increase our faith. ഞങ്ങളുടെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കണമേ. If you have faith in God, നിങ്ങൾ ദൈവത്തിൽ വിശ്വാസമുള്ളവരെങ്കിൽ, if you really believe Jesus Christ, Jesus is the Christ, യേശു ക്രിസ്തു എന്ന് തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, you will forgive everybody. നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിച്ചു കളയും. Because vengeance belongs to the Lord, not to you. എന്തുകൊണ്ടെന്നാൽ പ്രതികാരം അത് ദൈവത്തിനുള്ളതാ, നിങ്ങൾക്കുള്ളതല്ല. And the Bible says, വചനം പറയുന്നു, Jesus is giving a practical session. യേശു കർത്താവ് ഒരു പ്രായോഗികമായ ഒരു കാര്യം അവരോട് പറയുകയാണ്. Why is he emphasizing on faith? എന്തുകൊണ്ടാണ് ആ വിശ്വാസത്തെ കുറിച്ച് വളരെ ഊന്നൽ കൊടുത്ത് പറയുന്നത്? Because the justified ones live by faith. എന്തുകൊണ്ടെന്നാൽ നീതിമാൻ അവൻ വിശ്വാസത്തിൽ ജീവിക്കുന്നു. By faith we are walking and not by sight. ഓ, നമ്മൾ വിശ്വാസത്തിൽ അത്ര ജീവിക്കുന്നത്, കാഴ്ചയാലല്ല. So faith, how can it increase? എങ്ങനെയാണ് എന്റെ അകത്തെ വിശ്വാസം
വർദ്ധിപ്പിക്കുവാൻ കഴിയുന്നത്. Jesus says യേശു പറയുകയാണ് in verse 6, അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ ആർക്കെങ്കിലും, നിങ്ങൾ ആരെങ്കിലും has faith like a mustard seed, ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ, you will say, നിങ്ങൾ പറയും, നിങ്ങൾ പറയും, that bitterness come out from the root. ആ കയ്പ വേരോടുകൂടെ പറഞ്ഞു വരട്ടെ. Go to the sea. നിങ്ങൾ കടലിൽ പോകാൻ പറഞ്ഞാൽ it will obey you. അത് നിങ്ങളെ അനുസരിക്കും. Hallelujah. Hallelujah. Don't say God help me to forgive. ഓ ദൈവമേ ക്ഷമിക്കാൻ എന്നെ സഹായിക്കണം എന്ന് പറയേണ്ട കാര്യമില്ല. Because you have the faith that can pull out every bitterness, every offense from you. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ അകത്ത് എല്ലാ കയ്പുകളും എല്ലാ ഇടർച്ചകളും പറിച്ചു കളയുവാനുള്ള വിശ്വാസം ദൈവം നിങ്ങളുടെ അകത്ത് വെച്ചിട്ടുണ്ട്. Examine yourself. നിങ്ങളെ തന്നെ പരിശോധിക്കുക. Jesus says take heed for yourself. നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിക്കുക. Because bitterness എന്തുകൊണ്ടെന്നാൽ കയ്പ് എന്ന് പറയുന്നത് will become obstacle for your faith. നിങ്ങളുടെ വിശ്വാസത്തിന് തടസ്സം നിൽക്കുന്നതാണ് കയ്പ് എന്ന് പറയുന്നത്. And Luke 18, ലൂക്കോസിന് 18-ാമത്തെ വാക്യം, Jesus gives another example. യേശു കർത്താവ് മറ്റൊരു ഉദാഹരണം പറയുകയാണ്. And this is persistent faith. ഇത് നിലനിൽക്കുന്ന നിരന്തരമായി നിലനിൽക്കുന്ന വിശ്വാസം അത്രേ. He talks about a judge without mercy. ഒരു അനീതിയുള്ള ഒരു ന്യായാധിപനെ കുറിച്ച് അവിടെ പറയുകയാണ്. And finally the judge says, അവസാനമായി ന്യായാധിപൻ പറയുകയാണ്, because she is insisting, അവൾ എന്നെ അസഹ്യപ്പെടുത്തുന്നു, that all I will give it to her. അവൾ എന്നെ അസഹ്യപ്പെടുത്തുകൊണ്ട് ഞാൻ അവൾക്ക് അത് ചെയ്തു കൊടുക്കും. Persistent faith. നിരന്തരമായി നിലനിൽക്കുന്ന വിശ്വാസം. Examine ourselves. നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യുക. When we have challenges, നമുക്ക് വെല്ലുവിളികൾ വരുമ്പോൾ, we did not call anyone to pray. നമ്മൾ മറ്റൊരാളെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ പറയുകയല്ല. We overcame that challenge by speaking the word. വിശ്വാസത്താൽ ദൈവത്തിന്റെ വചനം പറഞ്ഞ് ആ സാഹചര്യത്തെ ഞാൻ നിങ്ങൾ മറികടക്കുകയാണ് ചെയ്യേണ്ടത്. We never talked about circumstance, we talked about the word. Have we stopped saying that? That is persistent faith. സാഹചര്യങ്ങളെ കുറിച്ച് വർണ്ണിച്ചുകൊണ്ടിരിക്കുകയല്ല. നിനക്ക് എന്താണോ നീ കാണുവാൻ ആഗ്രഹിക്കുന്നത് അത് നീ വിശ്വാസത്തിൽ കണ്ട് ആ വിശ്വാസത്താൽ നീ പറഞ്ഞുകൊണ്ടേയിരിക്കുക. If you believe in your heart, നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, and speak from your mouth, നിങ്ങളുടെ വായ് കൊണ്ട് പറയുമ്പോൾ every situation will change. എല്ലാ സാഹചര്യങ്ങളും മാറും. It has to change. അത് മാറിയേ പറ്റൂ. Because the word has said it. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ വചനം അത് അങ്ങനെ തന്നെ പറയുന്നു. Can you shout an amen? ഉറക്കെ ഒരു ആമേൻ പറഞ്ഞാട്ടെ. And verse number 8. അതിന്റെ 8-ാമത്തെ വാക്യം, Luke 18:8. ലൂക്കോസിന്റെ സുവിശേഷം 18:8. Jesus is saying, യേശു പറയുകയാണ്, when the Son of Man will come. ദൈവപുത്രൻ മനുഷ്യപുത്രൻ വരുമ്പോൾ, വായിച്ചോ. എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് പറഞ്ഞു. From where did he reach here? എവിടുന്നാണ് ഇവിടെ എത്തിയത്? We were talking about glory. നമ്മൾ മഹത്വത്തെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. But Jesus is talking about the same thing. The Holy Spirit is saying, examine your faith, meaning to say, are you persistent in faith? Are you waiting for him in faith? Jesus is saying, when he will return, he is surprised if there will be faith at all. ഇവിടെ പറയുകയാണ്, നമ്മൾ മഹത്വത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് അവിടുത്തെ പരിശുദ്ധാത്മാവാണ് വിശ്വാസത്തെ കുറിച്ച് പറയുകയാണ്. ആ മനുഷ്യപുത്രൻ മടങ്ങി വരുമ്പോൾ താൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് ചോദിക്കുകയാണ്. Jesus is coming soon. യേശു കർത്താവ് വേഗത്തിൽ മടങ്ങി വരും. Jesus is returning soon. അവൻ വേഗത്തിൽ മടങ്ങി വരും. I don't know when, but he is coming soon. എപ്പോൾ വരുമെന്ന് എനിക്കറിയില്ല, പക്ഷേ അവൻ വരും. Hallelujah. Hallelujah.